ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഈ മന്ത്രിസഭാ രൂപീകരണം അത് വലിയ ബുദ്ധിമുട്ടാവും. പ്രധാനപ്പെട്ട രണ്ട് ഘടകകക്ഷികൾ അവർ പ്രധാന പോർട്ട്ഫോളിയോസ് തന്നെ ചോദിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നവർക്ക്, അങ്ങനെ പ്രചരിപ്പിച്ചവർക്ക് ഇപ്പോൾ കൃത്യമായ മറുപടി ലഭിച്ചിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? നോക്കൂ ശ്രീ അനിൽ നമ്പ്യാർ, മൂന്നാമത് മോദി പ്രധാനമന്ത്രിയായി വരുന്ന മന്ത്രിസഭയ്ക്ക് പൂർണ്ണമായ BJP ആധിപത്യം ഇല്ല എന്ന് തെരഞ്ഞെടുപ്പിൽ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് NDA മന്ത്രിസഭയെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങൾ നടത്തിയത്. അപ്പോൾ ഏതൊരു രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അവർക്ക് മൃഗീയമായ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അത് മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണയോടെ തന്നെ മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ എന്താണ് വ്യത്യസ്തത എന്ന് വെച്ചാൽ, BJPക്ക് ഏകപക്ഷീയമായി കഴിഞ്ഞ 2019 മന്ത്രിസഭ രൂപീകരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അവർ ഇന്ത്യയുടെ ഭരണഘടന തന്നെ മാറ്റിയെഴുതുമെന്നും ഒരുപാട് BJPയുടെ അജണ്ട നടപ്പാക്കുമെന്നും ഒരു പ്രചരണം നടത്തിയിരുന്നു. ഏതാണ്ട് അതൊക്കെ അവസാന ഘട്ടത്തിലേക്ക് ശരിയായി വന്നപ്പോഴാണ് ഇന്ത്യൻ ജനത BJP ഇങ്ങനെ ഏകപക്ഷീയമായി പോയാൽ ശരിയാവില്ല എന്ന് കരുതുകയും BJPക്ക് വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു കൂട്ടുമന്ത്രിസഭയാണ്. ആ മന്ത്രിസഭ NDAയുടെ മന്ത്രിസഭയാണ്, BJP മുന്നണി മന്ത്രിസഭയാണ്. അപ്പൊ UPA മന്ത്രിസഭ എന്ന് പറഞ്ഞ പോലെ NDA മന്ത്രിസഭയായിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷവും NDA മന്ത്രിസഭ ആയിരുന്നുവെങ്കിലും ആ പേരിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല. 2 or 3 ഘടകകക്ഷികൾക്ക് മാത്രമായിരുന്നു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുത്തത്. അത് 3 മന്ത്രിസ്ഥാനം മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ഒരുപാട് കൊച്ചു കക്ഷികൾക്ക് മന്ത്രിസഭയിൽ സഹമന്ത്രിസ്ഥാനം പോലും കൊടുത്തിരുന്നില്ല. അതൊക്കെ മാറ്റിക്കൊണ്ട് ഇന്ന് BJP ഇന്നലെ നടത്തിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞാ യോഗത്തിൽ എല്ലാ കക്ഷികൾക്കും പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നു. അതിന്റെ ഏറ്റക്കുറിച്ചുകൾ അവിടെ നിൽക്കട്ടെ. അത് ഏതൊരു മന്ത്രിസഭ, അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അതിന്റെ നേതൃത്വത്തെ കുറ്റം പറയാൻ ഞാനില്ല. കാരണം അത് ഭരിക്കുന്ന പാർട്ടിയുടെ ചില ഇംഗിതങ്ങളുണ്ട്, അതുപോലെ വകുപ്പ് വിഭജനത്തിൽ ഇംഗിതങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണി ഇവിടെ ഒരു മുന്നേറ്റം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ NDA മന്ത്രിസഭ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു ചോദ്യം ഉയർത്തിരുന്നു. ഇന്ത്യ മുന്നണി അവകാശവാദം ഉന്നയിക്കുമെന്നും ഇന്ത്യ മുന്നണി NDAയിലേക്ക് പോയ നിതീഷ് കുമാറിന്റെ ഒക്കെ പിന്താങ്ങുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം മന്ത്രിസഭയെ കുറിച്ച് ഉണ്ടായ ഉത്കണ്ഠ മാറിയില്ലേ എന്നാണ്. ഉത്കണ്ഠ മാറിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP കൈവശം വെച്ചുകൊണ്ട് മാത്രമായില്ല. ഏത് നിമിഷവും ഇങ്ങനെ ഞങ്ങൾ പിൻവലിച്ചാൽ നിങ്ങൾ വീഴും എന്നൊരു ഭീഷണി ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് സ്വസ്ഥമായൊരു ഭരണം ഒരു പക്ഷേ ഇവർക്ക് പറ്റും എനിക്ക് തോന്നുന്നില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടായ നരസിംഹറാവുവിന്റെ കാലത്താണ്. അദ്ദേഹം 145 കോൺഗ്രസ് അംഗസംഖ്യയോടെ ന്യൂനപക്ഷ മന്ത്രിസഭ ഉണ്ടാക്കി. പിന്നീട് അദ്ദേഹം ഭൂരിപക്ഷ മന്ത്രിസഭയാക്കി. അത് 5 കൊല്ലം തികച്ചു. പക്ഷെ ആ ഒരു വൈഭവം ഇവിടെ നരേന്ദ്രമോദിക്ക് ഉണ്ടാകുമോ എന്ന് നമുക്ക് കാണണം. കാരണം വാജ്പേയിക്കും അതുപോലെ റാവുവിനൊക്കെ ഉണ്ടായിരുന്നൊരു വൈഭവം നരേന്ദ്രമോദിക്ക് ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, TDPയും അതുപോലെ തന്നെ ജനതാദൾ യുവൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ടികളല്ലെന്ന് അവരുടെ ചരിത്രം നമ്മളെ തെളിയിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു 2 മാസം മുമ്പ്, തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പ് വരെ നിതീഷ് കുമാർ ആയിരുന്നു ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കുന്നതിൽ മുൻപിൽ നിന്നത്. പിന്നീട് അദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് പോയി. അദ്ദേഹം അവിടെ ബീഹാറിൽ BJPയുമായിട്ട് സഖ്യമുണ്ടാക്കി. അദ്ദേഹമാണ് ഇന്ന് NDA ഘടകകക്ഷിയിലെ ഒരു പ്രധാന കക്ഷി. അപ്പൊ ആ കക്ഷി, അതുപോലെ തന്നെ TDP ആണെങ്കിൽ ചോദിക്കുന്ന സ്പീക്കർ സ്ഥാനം ചോദിക്കുകയാണ്. അത് അവരതിൽ നിന്ന് പിന്നോക്കം പോയിട്ടില്ല. NCP അജിത് പവാർ വിഭാഗം കഴിഞ്ഞ തവണ അവർ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ശിവസേനയ്ക്ക് 18 അംഗങ്ങളുണ്ടായിരുന്ന ശിവസേനയ്ക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രിയെ കൊടുത്തുള്ളൂ. ഇന്ന് നോക്കൂ, 1 or 2 അംഗങ്ങളുണ്ട പാർട്ടികൾക്ക് പോലും ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചിരാഗ് പാസ്വാനൊക്കെ അത് ഉദാഹരണമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേ ഇത് എങ്ങനെയാണ് ഈ മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു ശങ്ക നിലനിൽക്കാൻ കാരണം വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് പ്രതിപക്ഷം പറയും. അതുപോലെ ദോഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അത് പ്രതിപക്ഷത്തെ ബാധിക്കില്ല, അത് BJPയാണ് ബാധിക്കുക. BJP ഏത് രീതിയിലാണ് ഈ മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അവരുടെ അജണ്ട നടപ്പാക്കാൻ പറ്റില്ലല്ലോ. BJPയുടെ അജണ്ട നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം നരേന്ദ്രമോദിയുടെ ഒരാഴ്ച മുമ്പത്തെ പ്രസംഗമാണ്.
NDA, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നുള്ളതിന് അദ്ദേഹം പുതിയ ന്യൂ ഡെവലപ്ഡ് ആസ്പിറേഷൻസ് ഇന്ത്യ എന്നോ അങ്ങനെ കണ്ടൊക്കെയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴ് ഇതൊക്കെ നമ്മൾ ആലോചിക്കൂ. NDAക്ക് ഒരു മാറ്റം അദ്ദേഹം കൊടുത്തിരിക്കുന്നു. ഇന്ത്യ എന്ന പേര് അദ്ദേഹം ഉച്ചരിച്ചിരിക്കുന്നു. ശ്രീ അനിൽ നമ്പ്യാരുടെ ഈ ചർച്ചയുടെ ഹെഡിങ്ങിൽ ഭാരത് എന്ന് കണ്ടു. പക്ഷെ നോക്കൂ, നിങ്ങളുടെ എന്ന് വെച്ചാൽ BJPയുടെ ആ അജണ്ട ഭാരത് എന്നിപ്പോൾ അവർ ഉപയോഗിക്കുന്നതായിട്ട് 2 ദിവസം കണ്ടില്ല. ഇന്ത്യ എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇന്ത്യ മറ്റേ അല്ല, അത് TDPയുടെയും അതുപോലെ ജനതാദൾ യുവിൻ്റെയും സമ്മർദ്ദം കൊണ്ടാണ് ആ പേര് മാറ്റിയതെന്ന് പറയരുത് ദയവേത് ശ്രീകുമാർ സാർ. അല്ല, അതറിയില്ല. അതൊക്കെ കാത്തിരുന്ന് കാണുന്ന വിഷയം. കാരണം BJP എന്തുകൊണ്ട് മാറ്റിയെന്നുള്ളതാണ്. ഭാരതം എന്നാണ് അവർ അവസാനം കൊണ്ട് പറഞ്ഞിരുന്നത്. അവർ ഭാരതമേ പറഞ്ഞിരുന്നുള്ളൂ. ഇന്ത്യ എന്ന പേര് ഭാരതം എന്നാക്കി മാറ്റുമെന്നും അതുപോലെ ഭരണഘടനയിലെ ചില മതേതര സോഷ്യലിസ്റ്റ് ഇതൊക്കെ കൂട്ടിച്ചേർത്തതാണെന്നും അതൊക്കെ വേണമെന്ന് ചോദ്യം ഉന്നയിക്കാൻ അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ തുടക്കത്തിൽ ഈ ഇന്നിപ്പോ മന്ത്രിസഭ അവര് വകുപ്പുകളൊക്കെ കൊടുത്തു, ഈ മാറ്റമൊന്നുമില്ല. അതിന് മാറ്റം ഉണ്ടാകുമെന്ന് രാഷ്ട്രീയത്തെ കുറിച്ച് സാമാന്യ ബോധമുള്ളവർ കരുതുന്നില്ല. പക്ഷേ ഇവിടെ ഏത് വകുപ്പ് BJP കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതല്ല, ആരുടെ പിന്തുണയിലാണ് ഈ മന്ത്രിസഭ നിൽക്കുന്നത്. ആഭ്യന്തര വകുപ്പ് അമിത്ഷായുടെ കയ്യിലുണ്ടെങ്കിലും അതുപോലെ പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗിന്റെ കയ്യിലുണ്ടെങ്കിലും ധനകാര്യം നിർമ്മലാ സീതാരാമന്റെ കയ്യിലുണ്ടെങ്കിലും അത് ആരുടെ ചരടിലാണ് മുന്നോട്ട് പോകുന്നത്? ആരുടെ കയ്യിൽ കടിഞ്ഞാനുണ്ട്? അത് നായിഡുവിന്റെ കയ്യിലാണോ അതോ നമ്മളുടെ നിതീഷ് കുമാറിന്റെ കയ്യിലാണോ എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇത് മുന്നോട്ട് മുന്നോട്ട് പോകാതിരിക്കുകയൊക്കെ ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ ഒരു തന്ത്രത്തിന് അടിസ്ഥാനത്തിലിരിക്കും. പക്ഷെ എങ്ങനെ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തീരുമാനമെടുക്കല്, മന്ത്രിസഭ തീരുമാനമെടുത്താൽ അല്ല ശ്രീകുമാർ സാർ, ആ സ്വാതന്ത്ര്യം ഇക്കുറി ലഭിക്കാത്തതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. മാത്രമല്ല രാഷ്ട്രീയത്തിൽ എപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കാം. ഇന്ത്യ അലിയൻസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആളുകൾ വരില്ല. ഇപ്പോൾ ചന്ദ്രബാബു നായിഡു അതുപോലെ നിതീഷ് കുമാർ ഇവരാണല്ലോ ഭീഷണിയായി നിൽക്കുന്നത്. പ്രതിപക്ഷം പറയുന്നു അവരെയാണല്ലോ പിന്നെ അവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പോൾ 16ഉം 10ഉം 26ഉം 2 28 പോയാൽ ഇപ്പുറത്തുനിന്ന് 28 വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? അല്ല, BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മധ്യപ്രദേശത്ത് സംഭവിച്ചു, മഹാരാഷ്ട്രയിൽ സംഭവിച്ചു, ഗോവയിൽ സംഭവിച്ചു, ചില വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സംഭവിച്ചു, അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പുറത്തൊരു മുന്നണി ശക്തമാണ്. BJPക്ക് ഒറ്റയ്ക്ക് 240 സീറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്ത് ഇന്ത്യ മുന്നണി 234 സീറ്റുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യ മുന്നണിക്ക് വേണമെങ്കിൽ മന്ത്രിസഭ രൂപീകരിക്കാം എന്ന് വരുമ്പോൾ ആരെ വേണമെങ്കിൽ പ്രധാനമന്ത്രിയാക്കാമെന്നൊരു ചിന്ത കോൺഗ്രസിന് എടുക്കാം. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആരെ വേണമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്ത് ഇപ്പുറത്തോട്ട് അല്ല, ഈ നിമിഷം വരെ പ്രതിപക്ഷ നേതാവിനെ പോലും തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ത്യ അലിയൻസിന്, ഈ നിമിഷം വരെ. അല്ല നോക്കൂ, അത് പ്രതിപക്ഷ നേതാവ്, അതായത് ഇന്ത്യ മുന്നണിയുടെ ആദ്യത്തെ യോഗം ചേർന്നിട്ട് അവരൊരു കാര്യം തീരുമാനിച്ചു, പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു. പിന്നീട് അവർ തീരുമാനിച്ചത് ഘടകകക്ഷികളുമായിട്ട് സംസാരിച്ചിട്ട് എന്ത് വേണം, മുന്നണി മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള നീക്കം നടത്തണോ വേണ്ട, കാരണം എന്താണ്, അപ്പുറത്ത് ഭൂരിപക്ഷമില്ല, നമുക്ക് നോക്കിക്കാണാമെന്ന് തീരുമാനിച്ചു. അതിനുശേഷം ഇന്നലെയോ മിനിഞ്ഞാന്നാണ് നമ്മളുടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലെ ചെയർപേഴ്സണെ തെരഞ്ഞെടുത്തത്. ഇനി പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മന്ത്രിസഭാ വികസനോടെ, നിങ്ങളുടെ വെച്ചാൽ BJPയുടെ മന്ത്രിസഭാ വികസനം കൂടി, മന്ത്രിസഭാ രൂപീകരണം കൂടി കഴിഞ്ഞ ശേഷമേ ഒരു പ്രതിപക്ഷ സഖ്യത്തിന് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ നോക്കൂ, ഇന്നലെ അജിത് പവാർ പങ്കെടുത്തെങ്കിലും അജിത് പവാറിന്റെ NCPക്ക് മന്ത്രിസ്ഥാനം അവർ സ്വീകരിച്ചിട്ടില്ല. അവര് പറയുന്ന അവർക്ക് കഴിഞ്ഞ തവണ ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരുന്നു, ഇത്തവണ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതുകൊണ്ട് സഹമന്ത്രിസ്ഥാനം വേണ്ട, അത് ഞങ്ങളെ പ്രഫുൽ പട്ടേൽ പറയുന്നത് എന്നെ അപമാനിക്കാനാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ലെന്നാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴേ നമ്മളുടെ മുമ്പിൽ കാണുന്ന എന്താണ്, ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ഒരു പ്രധാന കക്ഷി നേടുന്ന വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളി അങ്ങനെ പെട്ടെന്ന് മറികടക്കാൻ കഴിയില്ല. കാരണം ഇന്ന് തന്നെ നോക്കൂ, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. കേരളത്തിലേക്ക് നമ്മളെ ഒരു കറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. കേരളത്തിൽ നോക്കൂ, ഏറ്റവും ശക്തമായ കക്ഷിയാണ് CPM. അവർക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒരു രാജ്യസഭാംഗത്തെ ജയിപ്പിക്കാൻ പറ്റാവുന്ന കഴിവുണ്ട്. പക്ഷെ അവരിന്ന് ഘടകകക്ഷികളുടെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുകയാണ്.
ഭയന്നിട്ടാണ്. എന്തുകൊണ്ട് ഭയന്നു? 20 സീറ്റിൽ 18 UDF-ഉം 1 NDA-യും മറ്റേ ഒരെണ്ണം മറ്റേ CPM കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ ഭയന്നു. അതുകൊണ്ട് അവർ കേരള കോൺഗ്രസിന് വഴങ്ങിയിട്ട് സീറ്റ് കൊടുത്തു. ഇത് നമ്മൾ കാണണം. ഇത് കേരളത്തിൽ CPM ഇത്ര ഭൂരിപക്ഷം ഉണ്ടായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഭൂരിപക്ഷം ഇല്ലാത്ത BJP-ക്ക് ഘടകകക്ഷികൾക്ക് മുമ്പിൽ ഒരുപാട് അവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. വിട്ടുവീഴ്ച ചെയ്യില്ലെങ്കിൽ ഞങ്ങൾ പിൻവലിക്കുമെന്ന് അവർ പറയും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, സീതാറാം കേസരിയുടെ കാലത്തുണ്ടായിരുന്ന മന്ത്രിസഭ, ദേഗപഗൌഡ മന്ത്രിസഭ, ചന്ദ്രശേഖർ മന്ത്രിസഭ, അതുപോലെ തന്നെ മറ്റേ ഗുജറാത്ത് മന്ത്രിസഭ, VP-സിംഗ് മന്ത്രിസഭ, വാജ്പേയിയുടെ വേറൊരു മന്ത്രിസഭ, എത്ര മന്ത്രിസഭകൾ നമ്മൾ കണ്ടിരിക്കുന്നു. 90കളുടെ അവസാനത്തിൽ 3 or 4 ഇലക്ഷൻ തന്നെ നടന്നില്ലേ? അപ്പൊ ഇതൊന്നും നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. എന്തായാലും ഒരു ഭീതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നരേന്ദ്രമോദിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. BJP-യുടെ അജണ്ട നടപ്പാക്കാൻ പറ്റില്ല. NDA-യുടെ അജണ്ട നടപ്പാക്കണമെങ്കിൽ ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറും തീരുമാനിക്കണം. ഈ ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഘടകകക്ഷി മന്ത്രിമാരുണ്ട്. ഇതൊക്കെ നിസ്സാര കാര്യമാണോ? BJP-യുടെ ക്യാബിനറ്റിലെ ഉണ്ടായിരുന്ന ക്യാബിനറ്റ് മന്ത്രിമാർ ആദ്യം രാംവിലാസ് പാസ്വാൻ ആയിരുന്നു. അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ മകനെ മന്ത്രിസഭയിൽ എടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ സിവിൽ സപ്ലൈസ് ഭക്ഷ്യ വകുപ്പായിരുന്നു തോന്നുന്നു പാസ്വാൻ കൈകാര്യം ചെയ്യുന്നത്. അത് BJP ഏറ്റെടുത്തു. അപ്പൊ അതൊന്നും ഇനി നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലെ പാർട്ടി പ്രതിരോധത്തിലായി. ഇനി 2 കാര്യം നോക്കണം. ചിരാഗ് പസ്വാന് കായിക വകുപ്പാണ് കൊടുത്തിരിക്കുന്നത്.